students, നമ്മൾ mass and moments calculation next problem കൂടെയാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. A slender material arch denser at the bottom than the top lies along the semicircle y square plus z square equal to 1, z greater than or equal to 0 in the yz plane. Find the center of arch mass if the density at the point xyz on the arch is delta of xyz is equal to 2 minus z. Okay. അപ്പോൾ നമുക്ക് കാണുന്നത് സെൻറ്റർ ഓഫ് മാസ് ആണ്. സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എം വൈ സെഡ് ബൈ എം, വൈ ബാർ ഇസ് ഈക്വൽ ടു എം എക്സ് സെഡ് ബൈ എം, സെഡ് ബാർ ഇസ് ഈക്വൽ ടു എം എക്സ് വൈ ബൈ എം എന്നുള്ളതാണ്. അതിൽ എം കാണാനുള്ള ഫോർമുല ഡെൽ ഓവർ സി ഡെൽറ്റ എക്സ് വൈ സെഡ് ഡി എസ് എന്നുള്ളതും എം വൈ സെഡ് എം എക്സ് സെഡ് എം എക്സ് വൈ എന്നിവ കാണാനുള്ള ഫോർമുല ഈ രീതിയിലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ സി എന്ന് പറയുന്ന കേർവ്. ഹിയർ ദി കേർവ് സി is the metal arch which is denser at the bottom than the top lies along the semicircle y square plus z square equal to 1, z greater than or equal to 0 in the yz plane. അപ്പോൾ here the curve C here the curve C is the semicircle y square plus z square equal to 1, z greater than or equal to 0 in the yz plane. yz plane ആയതുകൊണ്ട് x equal to 0 ആണ്. yz plane ആയതുകൊണ്ട് x equal to 0 ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാരാമെട്രിക് ഫോമിൽ നമ്മൾ വെക്ടർ ഇക്വേഷൻ ആയിട്ട് അല്ലെങ്കിൽ പാരാമെട്രിക് ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റണം. അപ്പോൾ നമുക്ക് ഇതിനെ പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റുമ്പോൾ എക്സ് ഈക്വൽ ടു 0, വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത് സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ അതിനെ നമുക്ക് വൈ ഈക്വൽ ടു കോസ് തീറ്റ, ഇവിടെ വൈ ഈക്വൽ ടു കോസ് തീറ്റ, സെഡ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നുള്ള ഫോമിൽ എഴുതാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ സെമി സർക്കിൾ ആണ്. അപ്പോൾ സെമി സർക്കിൾ ആയതുകൊണ്ട് പൈ, ഫുൾ സർക്കിൾ ആയിരുന്നുവെങ്കിൽ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആണ് വരിക. ഇവിടെ സെമി സർക്കിൾ ആയതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്നുള്ള ഫോമിൽ വരും. ദർഫോർ ആർ തീറ്റ ഈക്വൽ ടു, നമുക്കിവിടെ ഇതിനെ നമുക്ക് ആർ തീറ്റ ഈക്വൽ ടു എന്നുള്ള ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആർ തീറ്റ ഈക്വൽ ടു എക്സ് തീറ്റ ഐ പ്ലസ് എക്സ് തീറ്റ ഐ എന്ന് പറയുന്നത് 0i പ്ലസ് വൈ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ജെ പ്ലസ് സെഡ് കെ, സെഡ് എന്ന് പറയുന്നത് സൈൻ തീറ്റ കെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്നുള്ള ഫോമിൽ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി എസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വി ടി ഡി ടി ആണ്. അപ്പോൾ വി ഓഫ് തീറ്റ ഈക്വൽ ടു ഡി ആർ ബൈ ഡി തീറ്റ ഈക്വൽ ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ ജെ പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ കെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. മോഡുലസ് ഓഫ് വി തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ള ഫോമിൽ വരും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇറ്റ്സ് ഈക്വൽ ടു 1 എന്നുള്ളത് കിട്ടി. അപ്പം നമുക്ക് മോഡുലസ് ഓഫ് വി ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് കാണാം? സെൻറ്റർ ഓഫ് മാസ് കാണാം. എം ഈക്വൽ ടു കാണാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഡി എസ് എന്നുള്ളതാണ്. ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് ഇൻ്റഗ്രൽ കേർവ് തന്നിട്ടുള്ള ഇൻ്റഗ്രൽ 0 ടു പൈ. ഡെൽറ്റ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് ഡെൽറ്റ ഈക്വൽ ടു 2 മൈനസ് സെഡ് എന്നുള്ളതാണ്. ഓക്കെ, ഡെൽറ്റ ഈക്വൽ ടു 2 മൈനസ് സെഡ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. 2 മൈനസ് സെഡ് ഡി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി. ഓക്കെ, സോറി, ഇവിടെ നമുക്ക് 0 ടു പൈ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാം. ഇൻ്റഗ്രൽ ഓവർ സി 2 മൈനസ് സെഡ് ഡി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ 2 മൈനസ് സെഡ് ഈക്വൽ ടു നമ്മൾ എടുത്തിട്ടുള്ളത് സെഡ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നാണ്. 2 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡി എസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വി ടി ഡി ടി. മോഡുലസ് ഓഫ് വി ടി ഡി ടി എന്നുള്ളത് ഇൻറ്റു 1 ഇൻറ്റു ഡി ടി. അപ്പം ഇറ്റ്സ് ഈക്വൽ ടു ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു.
ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ ലിമിറ്റ് 0 to പൈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 പൈ പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ കോസ് പൈ മൈനസ് 1 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 0 കോസ് 0 1. സോ ഇറ്റ്സ് ഈക്വൽ ടു 2 പൈ മൈനസ് 2. ഓക്കെ, അപ്പം എം നമുക്ക് കിട്ടി, എം ഈക്വൽ ടു 2 പൈ മൈനസ് 2 എന്നുള്ള ഫോമിൽ കിട്ടി. ഇനി സെൻറ്റർ ഓഫ് മാസ് കാണണമെന്നുണ്ടെങ്കിൽ എം എക്സ് വൈ എം വൈ സെഡ് എം എക്സ് സെഡ് എന്നുള്ള എം എക്സ് വൈ എന്നുള്ളത് കാണണം. അതായത് എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ ആണ്. നമുക്കറിയാം എക്സ് ബാർ ഈക്വൽ ടു എം വൈ സെഡ് ബൈ എം എന്നുള്ളതാണ്. ഹിയർ എം വൈ സെഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ഇൻറ്റു ഡെൽറ്റ ഡി എസ് എന്നുള്ളതാണ്. ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ഇവിടെ 0 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി 0 ഇൻറ്റു ഡെൽറ്റ ഡി എസ് എന്നുള്ളത് ഇറ്റ്സ് ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടും. ദർഫോർ എക്സ് ബാർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ വൈ ബാർ കാണാനുള്ള ഫോർമുല വൈ ബാർ ഈക്വൽ ടു എം എക്സ് സെഡ് ബൈ എം എന്നുള്ളതാണ്. അപ്പം അതിൽ എം എക്സ് സെഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി വൈ ഇൻറ്റു ഡെൽറ്റ ഡി എസ് ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ വൈ ഈക്വൽ ടു നമ്മൾ കൊടുത്തിട്ടുള്ളത് വൈ ഈക്വൽ ടു കോസ് തീറ്റ ഡെൽറ്റ ഈക്വൽ ടു 2 മൈനസ് സെഡ് ഈക്വൽ ടു 2 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡി എസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വി ടി ഡി ടി. മോഡുലസ് ഓഫ് വി ടി എന്നുള്ളത് നമുക്ക് 1 ആണ് കിട്ടിയത്, 1 ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 കോസ് തീറ്റ എന്നുള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു സൈൻ തീറ്റ എന്നുള്ളത് കിട്ടും, മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡി തീറ്റ. അതിൽ സൈൻ തീറ്റക്ക് യു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യു ഇൻറ്റു ഡി യു എന്നുള്ള ഫോമിലാണ് വരിക. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്നുള്ള ഫോമിൽ വരും. ലിമിറ്റ് 0 to പൈ എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ പൈ 0 ആണ്, സൈൻ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടി. ദർഫോർ വൈ ബാർ ഈസ് ആൾസോ ഈക്വൽ ടു 0. നൗ സെഡ് ബാർ ആണ് കാണേണ്ടത്. സെഡ് ബാർ ഈക്വൽ ടു എം എക്സ് വൈ ബൈ എം ആണ്. എം എക്സ് വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി സെഡ് ഇൻറ്റു ഡെൽറ്റ ഡി എസ് എന്നുള്ളതാണ്. ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ സെഡ് ഈക്വൽ ടു സൈൻ തീറ്റ സെഡ് ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു 2 മൈനസ് സൈൻ തീറ്റ മോഡുലസ് ഓഫ് വി ടി എന്നുള്ളത് 1 ആണ് വരുന്നത്, 1 ഇൻറ്റു ഡി തീറ്റ. ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ 2 സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്നാണ് വരുന്നത്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 സൈൻ തീറ്റ എന്നുള്ളതിന് ഇൻ്റഗ്രൽ 0 to പൈ 2 സൈൻ തീറ്റ ഡി തീറ്റ മൈനസ് ഇൻ്റഗ്രൽ 0 to പൈ 2 സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളതിനെ നമുക്ക് സൈൻസ് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2 എന്നുള്ള ഫോമിൽ നമുക്കിതിനെ എഴുതാൻ പറ്റും, ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 8 മൈനസ് പൈ ബൈ 2 എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ. ദർഫോർ സെഡ് ബാർ ഇസ് ഈക്വൽ ടു 8 മൈനസ് പൈ ബൈ 2 ഡിവൈഡഡ് ബൈ നമുക്ക് എം കിട്ടിയിട്ടുണ്ടായിരുന്നത് 2 പൈ മൈനസ് 2 എന്നുള്ളതാണ്. ആ വാല്യൂ നമ്മളിവിടെ പൈ മൈനസ് 2 എന്നുള്ളതായിരുന്നു, 2 ഇൻറ്റു 2 പൈ മൈനസ് 2 എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന വാല്യൂ. ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെഡ് ബാർ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 8 മൈനസ് പൈ
8 minus pi divided by 4 into pi minus 1 എന്നുള്ളതാണ്. 4 into pi minus 1 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. Therefore, the center of mass x bar, y bar, z bar is equal to 0, 0, 8 minus pi by 4 into pi minus 1. ഓക്കെ, ഇതാണ് സെൻറ്റർ ഓഫ് മാസ് കാണുന്നത്. ഇതിൽ എക്സസൈസിലുള്ള പ്രോബ്ലംസും കൂടെ ഉണ്ട്, അത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.